നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ എന്നിവർക്ക് തുറന്ന കത്തുമായി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ. നവംബർ 1 നടക്കാനിരിക്കുന്ന അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ ഇവർ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ആശാപ്രവർത്തകരുടെ കത്ത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ പോരാളികളെ വന്ന് കാണണമെന്നും 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത, മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത, മാരക രോഗം വന്നാൽ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത, കടക്കണിയിൽ കുടുങ്ങിയ അതിദരിദ്രരാണ് തങ്ങളെന്നും കത്തിൽ പറയുന്നു. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉന്നയിച്ച വ്യവസായ ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് BPL. 2003 സുപ്രീം കോടതി തള്ളിയ ഭൂമി പതിച്ചു നൽകലിലെ ക്രമക്കേട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾ അവാസ്തവവും നിയമപരമായി സാധുതയില്ലാത്തവയുമാണെന്ന് BPL ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കോട്ടയം കുറവിലങ്ങോട് MC റോഡിൽ ചീങ്കല്ലയിൽ പള്ളിക്ക് എതിർവശം ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. 49 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 18 പേരുടെ നില ഗുരുതരമാണ്. കണ്ണൂർ ഇരിട്ടി സ്വദേശിനി സന്ധ്യ ആണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ഇന്ന് വെളുപ്പിന് 2 മണിയോടെയായിരുന്നു അപകടം. ഇരിട്ടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയി തിരികെ വരുന്നതിനിടെയാണ് അപകടം. ബസ് വളവിൽ തിരിയുന്നതിനിടെ റോഡിൽ മറിയുകയായിരുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവരെ മോനിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. രാജ്യത്തെ 22 വ്യാജ യൂണിവേഴ്സിറ്റികളുടെ പട്ടിക യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ കേരളത്തിൽ നിന്ന് 2 സ്ഥാപനങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലത്തുള്ള ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് പ്രൊഫൈറ്റിക് മെഡിസിൻ, സെന്റ് ജോൺസ് യൂണിവേഴ്സിറ്റി എന്നിവയാണ്. ഈ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടരുതെന്നും ഇവ 1956 UGC നിയമനത്തിലെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കോഴ്സുകൾ നടത്തുന്നതെന്നുമാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള വിമാന സർവീസുകളിൽ 22% വർധന വരുത്തി പുതിയ വിന്റർ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. മാർച്ച് 28 വരെയുള്ള ഷെഡ്യൂളാണിത്. യാത്രക്കാർക്ക് ഇത് കൂടുതൽ ഗുണകരമാകും. സമ്മർ ഷെഡ്യൂളിൽ 600 ആയിരുന്ന പ്രതിവാര എയർ ട്രാഫിക് മൂവ്മെന്റുകൾ 732 ഉയരും. അർജന്റീന ഫുട്ബോൾ ടീം വരില്ലെന്നും ചിലപ്പോൾ മാർച്ചിൽ വരുമെന്നുമൊക്കെയുള്ള ചർച്ചകൾക്കിടയിൽ പുതിയ വാർത്ത പുറത്തുവിട്ട് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. കോഴിക്കോട് സ്റ്റേഡിയത്തിലെ ബൈക്ക് റേസ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ താരം സൽമാൻ ഖാൻ ആണെന്നാണ് മന്ത്രി പറഞ്ഞത്. വണ്ടിപ്പൂട്ട് മത്സരം അംഗീകാരത്തിനുള്ള ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. മലപ്പുറം പൂക്കോട്ടുകരയിൽ വണ്ടിപ്പൂട്ട് മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി V. അബ്ദുറഹ്മാൻ. കടബാധ്യത തീർക്കാൻ 2.5 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ 50,000 രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിച്ച പിതാവ് അടക്കമുള്ളവർ പിടിയിൽ. പിതാവ് അസം നാഗാവ് സ്വദേശി ഖുദ്ദൂസ് അലിയാണ്. വാങ്ങാനെത്തിയ ഉത്തർപ്രദേശ് സ്വദേശി അർമാൻ, ഇടനിലക്കാരൻ മൊഹദ് ദാനിഷ് ഖാൻ എന്നിവരാണ് കുമരകം പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച ഉച്ചയോടെ തിരുവാർപ്പ് കുമ്മനത്താണ് സംഭവങ്ങളുടെ തുടക്കം. ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഖുദ്ദൂസ് അലി പലരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. ഇത് തിരിച്ചു കൊടുക്കാനാണ് കുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. കാര്യമറിഞ്ഞ കോൺട്രാക്ടർ കുമ്മനം സ്വദേശി അൻസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. തുടർന്ന് പോലീസ് അൻസിലിനെ ബന്ധപ്പെടുകയും സ്ഥലത്തെത്തുകയുമായിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തിങ്കളാഴ്ച മോൻത ചുഴലിക്കാറ്റായി മാറും. ചൊവ്വാഴ്ച വൈകുന്നേരമോ രാത്രിയിലോ ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ തീരത്ത് വീശാനാണ് സാധ്യത. ഇതിന്റെ സ്വാധീനത്തിൽ തിങ്കളാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ ഉന്നതർക്കുള്ള പങ്കിന്റെ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണിത്. പണമായോ സ്വർണമായോ പങ്ക് കൈപ്പറ്റിയോ എന്നതടക്കം അന്വേഷിക്കുന്നുണ്ട്. പോറ്റിയുടെ വസതിയിൽ നിന്ന് കണ്ടെടുത്ത ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ബിനാമി ഇടപാടാണോ എന്നതും പരിശോധിക്കും. മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മൊഴി നൽകിയെന്നാണ് വിവരം. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഗൂഢാലോചന കൃത്യമായി പുറത്തുവരാൻ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ബീഹാറിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ വഖഫ് ഭേദഗതി നിയമം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് മഹാസഖ്യ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്. മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായ കതിഹാറിലും കിഷൻഗഞ്ചയിലും റാലികളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു തേജസ്വി യാദവിന്റെ പ്രസ്താവന. അതേസമയം നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് നേടാൻ ശ്രമിക്കരുതെന്നാണ് BJP തേജസ്വിക്ക് നൽകിയ മറുപടി. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും കെട്ടിപ്പൊക്കുന്ന നുണകൾ പൊളിച്ച് മുന്നേറുകയാണ് NDA. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിയും NDA ഘടകകക്ഷി LJP-യുടെ നേതാവുമായ ചിരാഗ് പാസ്വാന്റെ വീട് സന്ദർശിച്ചു. നിതീഷ് കുമാറിനെ ചിരാഗ് പാസ്വാനും ഭാര്യയും ചേർന്ന് സ്വീകരിച്ചു. ഇതോടെ
നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ചിരാഗ് പാസ്വാന് എതിർപ്പുണ്ടെന്ന തേജസ്വി യാദവിന്റെ പ്രചാരണമാണ് പൊളിഞ്ഞു വീഴുന്നത്. ഇന്ത്യയിലെ കരസേന, വ്യോമസേന എന്നിവയുടെ സംയുക്ത സൈനികാഭ്യാസമായ തൃശൂൽ ഒക്ടോബർ 30 ആരംഭിക്കും. ഇതോടെ ഭയന്ന പാകിസ്ഥാൻ അവരുടെ വ്യോമപാത തന്നെ അടച്ചിരിക്കുകയാണ്. ഈ അഭ്യാസത്തിന്റെ ഭാഗമായി വിമാനങ്ങൾക്ക് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച ഉത്തരവ് വ്യോമസേനാധികാരികളെയും പൈലറ്റുമാരെയും ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു. നവംബർ 10 വരെയാണ് തൃശൂൽ. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ മധ്യതെക്കൻ വ്യോമപാതകളിൽ ചിലത് ഒക്ടോബർ 28 അടയ്ക്കുന്നതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വ്യോമപാത അടയ്ക്കുന്നതിന്റെ കാരണം പാകിസ്ഥാൻ പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അത് തൃശൂൽ കാരണമാണെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. മഹാരാഷ്ട്രയിൽ ആത്മഹത്യ ചെയ്ത ഡോക്ടർ വ്യാജ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒപ്പിട്ടിട്ടുണ്ടെന്ന് സത്താറയിൽ നിന്നുള്ള ഒരു സ്ത്രീ ആരോപിച്ചു. ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ഭാഗ്യശ്രീ മാരുതി പച്ചാങ്നെ എന്ന സ്ത്രീ ദീപാലി മാരുതിയുടെ അമ്മയാണ്. ദീപാലി മാരുതി സ്വാഭാവിക മരണമല്ല മരിച്ചതെന്ന് അവർ ആരോപിക്കുന്നു. പക്ഷേ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് സ്ഥിരീകരിക്കുന്നില്ല. ആത്മഹത്യ ചെയ്ത ഡോക്ടറാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഡോക്ടർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണം നിഷേധിച്ച് അറസ്റ്റിലായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കുടുംബം. മരിച്ച ഡോക്ടർ 1 വർഷമായി പ്രശാന്തിന്റെ കുടുംബത്തോടൊപ്പമാണ് താമസിച്ചിരുന്നത്. പ്രതിമാസം 4000 രൂപ വാടക നൽകിയിരുന്നു. കഴിഞ്ഞ മാസം ഡെങ്കിപ്പനി ബാധിച്ച സമയത്ത് പ്രശാന്തിനെ ഡോക്ടർ ചികിത്സിച്ചിരുന്നു. തുടർന്ന് അവർ ഫോൺ നമ്പറുകൾ കൈമാറി. ഇതിനിടെ ഡോക്ടർ പ്രശാന്തിനോട് വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ അയാൾ അത് നിരസിച്ചു. ഇതാണ് പീഡന പരാതിയിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. അവൾ ഞങ്ങൾക്ക് കുടുംബാംഗം പോലെയായിരുന്നു, എഞ്ചിനീയറുടെ ഇളയ സഹോദരി ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോട് പറഞ്ഞു. വ്യാജ അക്കാഡമിക് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ലൈസൻസ് നേടിയ ബസ് ഡ്രൈവർ, മദ്യപിച്ച് വാഹനമോടിക്കാൻ അശ്രദ്ധമായി തീരുമാനിച്ച ബൈക്ക് യാത്രികൻ, ബസ് നവീകരിക്കുമ്പോൾ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച ഒരു ട്രാവൽ കമ്പനി, ആന്ധ്രാപ്രദേശിലെ കുർണൂരിലുണ്ടായ 20 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്ത ദുരന്തം നമ്മുടെ റോഡ് സുരക്ഷാ പ്രക്രിയകളിലെ വിടവുകൾ എത്രത്തോളം വിനാശകരമാണെന്ന് എടുത്തു കാണിക്കുന്നു. അപകടത്തിൽപ്പെട്ട ഡബിൾ ഡെക്കർ ബസിന്റെ ഡ്രൈവർ മിരിയാല ലക്ഷ്മയ്യ അറസ്റ്റിലായി. 5ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ലക്ഷ്മയ്യ വ്യാജ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ശനിയാഴ്ച പുനരാരംഭിച്ചു. ആദ്യ വിമാനം കൊൽക്കത്തയിൽ നിന്നും ഗ്വാങ്ഷുവിലേക്കായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ചൈന നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചത്. നവംബർ 9 മുതൽ ഡൽഹിയിൽ നിന്നും ഷാങ്ഹായിലേക്ക് വിമാന സർവീസ് തുടങ്ങും. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും ഈ ഫ്ലൈറ്റ്. ഞായറാഴ്ച USS നിമിറ്റ്സിൽ നിന്ന് പറക്കുന്നതിനിടെ US നേവിയുടെ F-18 യുദ്ധവിമാനവും ഒരു നേവി MH-60R സീഹോക്ക് ഹെലികോപ്റ്ററും വെവ്വേറെ ദക്ഷിണ ചൈന കടലിൽ തകർന്നു വീണതായി റിപ്പോർട്ട്. നാവികസേന ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് 2 സംഭവങ്ങളും പതിവ് പ്രവർത്തനത്തിനിടയിലാണ് സംഭവിച്ചതെങ്കിലും അവ വ്യത്യസ്ത സമയങ്ങളിലാണ് സംഭവിച്ചത്. സമീപത്തുള്ള കപ്പലുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും ഉടനടി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഉൾപ്പെട്ട എല്ലാ ജീവനക്കാരെയും വെള്ളത്തിൽ നിന്ന് സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഇസ്താംബൂളിൽ സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുന്നതിനിടെ ഞായറാഴ്ച അഫ്ഗാനിസ്ഥാൻ-പാകിസ്ഥാൻ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് 5 പാകിസ്ഥാൻ സൈനികരും 25 അഫ്ഗാൻ തീവ്രവാദികളും കൊല്ലപ്പെട്ടെന്ന് ഇസ്ലാമാബാദ് സൈന്യം അറിയിച്ചു. ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള സമീപകാല തന്ത്രപരവും സാമ്പത്തികവുമായ കരാറുകളുടെ വെളിച്ചത്തിൽ അമേരിക്ക പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ ആസിയാൻ ഉച്ചകോടിക്കായി തിങ്കളാഴ്ച ക്വാലാലംപൂരിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച റൂബിയോ ചരിത്രപരമായ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള അമേരിക്കയുടെ പ്രതിബദ്ധത, അയൽരാജ്യമായ വെനസ്വേലയ്ക്കും അതിന്റെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്കും മേൽ ട്രംപ് ഭരണകൂടം സൈനിക സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ഞായറാഴ്ച ഒരു US യുദ്ധക്കപ്പൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ തലസ്ഥാനത്ത് നങ്കൂരമിട്ടു. വെനസ്വേല എന്ന രാജ്യത്തെ ആക്രമിക്കാൻ അമേരിക്ക ഒരുങ്ങിക്കഴിഞ്ഞതായി അമേരിക്കയുടെ പ്രതിരോധ വകുപ്പായ പെന്റഗൺ. വൈകാതെ വെനസ്വേലയ്ക്കെതിരെ കരയുദ്ധം ആരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സൈനിക സന്നാഹം വഴി വെനസ്വേലയുടെ സൈനിക മേധാവികളെ ഭയപ്പെടുത്തുകയും അതുവഴി അവരെ ഇപ്പോഴത്തെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്കെതിരെ തിരിക്കുകയും ചെയ്യുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നറിയുന്നു. അങ്ങനെ ഭരണമാറ്റമുണ്ടാക്കി ട്രംപിന്റെ പാവ സർക്കാർ വെനസ്വേലയിൽ വാഴിക്കുകയാണ് ലക്ഷ്യമെന്നും പറയുന്നു. വെനസ്വേല ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യമാണ്. 2023 കണക്കനുസരിച്ച് 303 ബില്യൺ ബാരൽ എണ്ണശേഖരം ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. 2ാം സ്ഥാനത്തുള്ള സൗദിക്ക് 267.2 ബാരൽ എണ്ണയേ ഉള്ളൂ. വെനസ്വേല ഭരണാധികാരിയായ നിക്കോളാസ് മഡുറോയ്ക്ക് അഴിമതിയും മയക്കുമരുന്ന് വ്യാപാരവും തടയുക എന്നതാണ് ട്രംപ് പുറത്തു പറയുന്ന കാരണമെങ്കിലും
വെനസ്വേലയുടെ എണ്ണയിൽ തന്നെയാണ് ട്രംപിന്റെ കണ്ണെന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.